FCRA വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ല് ക്രൈസ്തവരുടെ മാത്രം പ്രശ്നമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറയുന്നു. ഭരണകൂട ഭീകരതയെ സഭ ഭയക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ പ്രത്യേക പാർട്ടിക്കായി വോട്ട് ചെയ്യണമെന്നോ പ്രതിഷേധിക്കണമെന്നോ സഭ പറയില്ല. മാർ ജോസഫ് പാംബ്ലാനി 24 പറഞ്ഞു. SKN വെരി ഗുഡ് മോർണിംഗ്. ലോകത്തെ ക്രിസ്തുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വിശുദ്ധ വാരമാണ്. ദുഃഖവെള്ളി പിന്നിട്ട് ഇനി ഈസ്റ്ററിലേക്ക് കടക്കുകയാണ്. ഈ വേളയിൽ വളരെ പ്രധാനപ്പെട്ട ക്രൈസ്തവ മതപണ്ഡിതൻ കൂടിയായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നമ്മളോടൊപ്പം അതിഥിയായി ഈ ഗുഡ് മോർണിംഗ് വിത്ത് SKNൽ ചേരുകയാണ്. സ്വാഗതം പിതാവേ. പിതാവിനോട് ചോദിക്കാൻ അനവധി വിഷയങ്ങളുണ്ട്. ഈ വിശുദ്ധ വാരത്തിൽ ഒരു ആശങ്കയായി FCRA മാറുന്നുണ്ട്. ക്രൈസ്തവരുടെ മാത്രം ഒരു വിഷയമായിട്ട് ഞങ്ങളതിനെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടുത്തെ FCRAയുടെ സാമ്പത്തിക വരുമാനങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവരെക്കാളും ഒട്ടനവധി മടങ്ങ് ഈ തുക കൈപ്പറ്റുന്നത് ഇതര സമുദായങ്ങളിൽപ്പെട്ടവരുണ്ട് എന്നുള്ളത് സർക്കാരിൻ്റെ തന്നെ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ FCRA വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അടിസ്ഥാനപരമായൊരു വിഷയം ഈ FCRAയുടെ സാമ്പത്തിക വരവ് അതിൻ്റെ റെഗുലേഷൻ കൃത്യമാക്കുന്നതിന് സർക്കാരിന് ഇപ്പോൾ തന്നെ വളരെ കൃത്യവും കണിശവുമായ നിയമമുണ്ട്. അങ്ങനെ ഇരിക്കവേ റദ്ദ് ചെയ്ത ഈ സംഘടനകളുടെ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ ഈ FCRA അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടുമെന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ അന്യായം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്തെ അനീതി എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ സ്വാഭാവികമായും സഭ എതിർക്കുന്നത്. അല്ലാതെ ഇവിടെ മറ്റു പലരും പറഞ്ഞ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പുകമറ പോലെ ഇവിടെ FCRAയിലൂടെ ക്രൈസ്തവ സഭ വൻതോതിൽ സമ്പാദിച്ചു എന്ന് പറയുന്നത് അവിവേകമാണ്. FCRAയുമായി ബന്ധപ്പെട്ടതെല്ലാം കണ്ടുകെട്ടും ഏറ്റെടുക്കും, അതിന് സർക്കാർ പ്രത്യേക ഏജൻസിയെ നിയോഗിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിലെ വലിയ അപകടവും അതുപോലെ തന്നെ ഒരു ഭരണകൂട ഭീകരതയും ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ക്രൈസ്തവരെയും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെയും ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി ചിത്രീകരിക്കാനുള്ള ഒരു അപകടം ഇതിൻ്റെ പിന്നിലുണ്ട്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുക. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സഭയുടെ ഒരു നിലപാടെന്താണ് ഇതിൽ? തെരഞ്ഞെടുപ്പിൽ ഇന്ന ആളുകൾ വോട്ട് ചെയ്യണമെന്നോ ഇന്ന രീതിയിൽ പ്രതിഷേധിക്കണമെന്നോ ഒന്നും ഞങ്ങൾ സാധാരണ പറയാറില്ല. കാരണം വിശ്വാസികൾക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ള വിദ്യാഭ്യാസവും ബോധവൽക്കരണവും വഴി അവർക്ക് ഓരോ കാര്യങ്ങളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്താനും ശരിയായ തീരുമാനമെടുക്കാനും ഉചിതമായ രീതിയിൽ പ്രതികരിക്കാനുമുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉത്തമ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ എല്ലാവരും വസ്തുനിഷ്ഠമായി വിലയിരുത്തും. കാരണം ഇത് വിശ്വാസികളുടെ മാത്രം വിഷയമല്ല, ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിനുള്ളിൽ പാലിക്കപ്പെടേണ്ട മര്യാദകൾ പാലിക്കപ്പെടാതെ പോകുന്ന വിഷയമാണിത്. ആ വിഷയത്തെക്കുറിച്ച് എല്ലാവരും ഗൗരവമായി ചിന്തിക്കുകയും അത് അവരുടെ പ്രതികരണങ്ങളിൽ പ്രതിഫലിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുക. ഏതാണേലും കേന്ദ്ര സർക്കാർ ഈ തൽക്കാലത്തേക്കാണെങ്കിൽ ഈ ബില്ലിൻ്റെ അവതരണം മാറ്റിവെച്ചു എന്നുള്ളത് ഈ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെ സർക്കാർ ഗൗരവമായി കാണാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ഞാൻ മനസ്സിലാക്കി. താങ്ക് യു പിതാവേ. താങ്ക് യു. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഹൗസിൽ നിന്നും ദീപക് ധർമ്മടം 24. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സംസാരിക്കുകയായിരുന്നു. FCRA വല്ലാത്ത ആശങ്ക ക്രൈസ്തവ സഭാധ്യക്ഷന്മാരിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.